എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിഫ്റ്റിയുടെ ലെവൽ നമ്മൾ ഒന്നുകൂടി പരിശോധിക്കുകയാണ്. കാരണം ഇന്നത്തെ ദിവസം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നത്തെ ദിവസം ബുളിഷ് ട്രെൻഡ് മനസ്സിൽ കരുതിയിരുന്നവർക്ക് അത്ര ശുഭകരമല്ലാത്ത ഒരു ദിവസമായിരുന്നു. കാരണം വളരെ ക്ലിയറായിട്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്ന് സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ക്യാൻഡിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസിലേക്ക് പോവാം. നിഫ്റ്റി 26,000 ഏകദേശം 26,000 ടച്ച് ചെയ്തത് 23,900 അല്ലേ. അത് കഴിഞ്ഞിട്ട് ഏകദേശം കഴിഞ്ഞ ഒരു 1 2 3 4 5 6 7 ആഴ്ചയോളം ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ഒരു ചെറിയൊരു അപ്പ് ട്രെൻഡ് വന്നു. മാർക്കറ്റ് ഏകദേശം സ്റ്റെബിലൈസ് ആയി എന്ന് കരുതിയ സമയത്താണ് ഈ ആഴ്ചത്തെ ക്യാൻഡിൽ അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താകും എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. 23,800 സപ്പോർട്ടാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ സപ്പോർട്ട് ആദ്യം ഇവിടെ വന്ന് ടച്ച് ചെയ്തു, ഒന്ന് റിവേഴ്സ് ചെയ്തു, വീണ്ടും പക്ഷേ ആ സപ്പോർട്ടിൻ്റെ ഏകദേശം എൻഡിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ വരുന്ന തിങ്കളാഴ്ച എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുക എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം നോർമലി ഇതൊരു സപ്പോർട്ട് സോണാണ്. ഈ സപ്പോർട്ട് സോണിൽ വരുമ്പോൾ മാർക്കറ്റ് അത്യാവശ്യം റിവേഴ്സ് ചെയ്യാനുള്ളൊരു സാധ്യത കാണിക്കുന്നില്ല എങ്കിൽ നമ്മൾ അത്യാവശ്യം ഭയപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം അടുത്ത സപ്പോർട്ട് ലെവലൊക്കെ കുറച്ച് താഴെയാണ്. ഇനി അടുത്തെങ്ങും നല്ലൊരു സപ്പോർട്ട് ലെവലില്ല. നമ്മളിപ്പോഴത്തെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ ഇനി വരുന്ന സപ്പോർട്ട് ലെവൽ ഇതാ ഈ ഏരിയയിലാണ്. അതായത് 22,600 ഏകദേശം 1000 പോയിൻറ്റ് താഴെയാണ്. അതും ബ്രേക്ക് കഴിഞ്ഞാൽ 21,300, പിന്നെ ഒരു 1,300 പോയിൻറ്റ് താഴെയാണ്. ഓക്കെ, പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വരാം. ഈ ഒരു ലെവലാണ് അൾട്ടിമേറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം അപ്പോഴേക്കും ഈ വീക്ക്ലി ഇത് 200 ഡേ മൂവിങ് വീക്ക്ലി ആവറേജാണ്. ആ വീക്ക്ലി ആവറേജ് ഏകദേശം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ അതും ഇവിടെ ഒരു നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഈ രണ്ട് ലൈനുണ്ട്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് 20,500 19,500. ഓക്കെ, അതാണ് അൾട്ടിമേറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ആ സപ്പോർട്ടിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യണം. ഇത് ഞാൻ പറയുന്നത് വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ്. നമ്മൾ പെട്ടെന്ന് ഇവിടെ വരെ വരുമെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് 20,500 19,500 ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കയറാം എന്നാണ് ഈ ഒരു ചാർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. മാർക്കറ്റ് എന്തുകൊണ്ട് കറക്റ്റ് ചെയ്യുന്നു എന്നത് എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമാണ്. എല്ലാവരും വളരെ റോസിയായിട്ടുള്ള പിക്ചേഴ്സാണ് പറയുന്നത്. ഇന്ത്യൻ എക്കണോമി 4 ട്രില്യണിൽ നിന്ന് 30 ട്രില്യണിലേക്ക് കുതിച്ചു പായുകയാണ്. FIS പോയാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അങ്ങനെ ഒത്തിരിയേറെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ മാസവും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും എന്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകുന്നു, എന്തുകൊണ്ടാണ് FIS ഫണ്ട് പിൻവലിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അത് ഗ്ലോബലി തന്നെ ഡിപ്പെൻഡ് ചെയ്ത ഒത്തിരിയേറെ ഫാക്ടേഴ്സ് മൂലമാണ്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ഒന്ന് കരുതിയിരിക്കുക. കാരണം മാർക്കറ്റിൻ്റെ ഈ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് ഞാൻ പറയും. ഈ ടേണിംഗ് പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ഒരു കറക്ഷൻ, ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു കറക്ഷൻ, സിവിയറായിട്ടുള്ളൊരു കറക്ഷൻ ഇതിനു മുമ്പ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ കഴിഞ്ഞ 4 വർഷവും എല്ലാ മാസവും 1-2 കണ്ടിന്യൂസ് മന്ത്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്വാർട്ടറിലും കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് പോസിറ്റീവ് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരുന്ന സംഭവമാണ്. പക്ഷേ ഇത്തവണ ഈ ഒരു ക്വാർട്ടറിൽ, അതായത് സെപ്റ്റംബർ തുടങ്ങി മാർച്ച് വരെയുള്ളൊരു ക്വാർട്ടറിൽ നിഫ്റ്റിക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആവാനാണ് ഏകദേശം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. നിഫ്റ്റിക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കാഷ്യസായിട്ടിരിക്കുക. ബജറ്റ് വരുന്നത് ഫെബ്രുവരി 1-നാണ്. അപ്പോൾ നമുക്ക് ഇനിയും അതാണ് അടുത്തൊരു മേജർ ഇവൻറ്റ്. പോസിറ്റീവ് ആണെങ്കിൽ ഒരു പോസിറ്റീവ് ഇവൻ്റായിട്ട് വരാവുന്നൊരു കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഏകദേശം 6 ആഴ്ച കൂടി അങ്ങോട്ട് ചെല്ലാനുണ്ട്. അതായത് ഫെബ്രുവരി ആകാനായിട്ട് ഇനിയും ഏകദേശം 6 ആഴ്ചയുണ്ട്.
6 ആഴ്ച എങ്ങനെയായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ ട്രെൻഡ്, ഈ നെഗറ്റീവ് ട്രെൻഡ് തുടരാനാണ് സാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ ഒരു അനുമാനം. കാരണം സ്ട്രക്ചറലി മാർക്കറ്റ് വീക്ക് ആയതുപോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലോങ് ടേം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് മെൻ്റലി പ്രിപ്പയർ ആകുക. പോർട്ട്ഫോളിയോ നിങ്ങൾ കൂടുതലും സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പോർട്ട്ഫോളിയോ ഒരു 15-20%, ഏറ്റവും കുറഞ്ഞത് കൂടിയാൽ 30-35% വരെയൊക്കെ പോർട്ട്ഫോളിയോ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി മനസ്സിൽ നിങ്ങൾ കരുതുക. സിവിയർ ക്രാഷ് വരുന്ന കേസിലാണ് ഞാൻ പറയുന്നത്. എന്ന് കരുതി നാളെ എല്ലാവരും വിറ്റിട്ട് ഓടണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കുക. തിരിച്ച് കയറുമ്പോൾ മാർക്കറ്റ് അതേപോലെ തന്നെ തിരിച്ച് റിവേഴ്സ് ആകുകയും ചെയ്യും. മാർക്കറ്റ് ടൈമിംഗ് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എനിക്ക് പേഴ്സണലി ഒട്ടും പറ്റുന്ന കാര്യമല്ല മാർക്കറ്റ് ടൈമിംഗ്. അതായത് നമുക്കൊരു ചോദ്യം വരാം, എന്നാൽ പിന്നെ ഇപ്പം വിറ്റിട്ട് നമുക്ക് പിന്നീട് വാങ്ങിച്ചാൽ പോരെ എന്നൊരു ചോദ്യം വരാം. അത് അത്രത്തോളം ടൈമിംഗ്ലി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ചിന്തിക്കുക. നിങ്ങൾ എത്ര എക്സ്പേർട്ടാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റ് മൺഡേ റിവേഴ്സ് ചെയ്യും. കാരണം ഇപ്പോഴൊരു റിവേഴ്സൽ പോയിൻറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ഒരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഓറഞ്ച് ലൈൻ, ഇത് 50 EMA ആണ്. 50 വീക്ക്ലി 50 EMA ആണ്. അപ്പം ഈ ലെവലെന്ന് വെച്ചാൽ മേ ബി ഒരു ചെറിയൊരു ഡിപ്പ് വന്നിട്ടൊരു വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് വരാം. അതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാം. അതല്ല ഇനിയും അടുത്ത ആഴ്ചയും മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ് എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലെവലുകൾ, ഒന്നാമത്തെ ലെവൽ 22,600, അത് ബ്രേക്ക് ചെയ്താൽ 21,400-300 ലെവലിലേക്ക്, അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ അൾട്ടിമേറ്റ് ലെവലായ 20,500, 19,500 ആ ഒരു ലെവലിൽ മാർക്കറ്റ് വരാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 3 ലെവൽസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് ഇടുക, അല്ലെങ്കിൽ 1000 പോയിൻ്റ് വീണ്ടും താഴോട്ട് വരിക, അതും ബ്രേക്ക് ചെയ്താൽ ഒരു 1300 പോയിൻ്റ് താഴേക്ക് വരിക, അതും ബ്രേക്ക് ചെയ്താൽ ഈ പറയുന്ന അൾട്ടിമേറ്റ് സപ്പോർട്ട് സോണായ 20,500, 19,500 ഈ 3 ലെവൽ പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇപ്പം തൽക്കാലം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഞാനും അതാണ് ചെയ്യുന്നത്. ഉള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ കീപ്പ് ചെയ്യുന്നു. പുതുതായിട്ടൊന്നും തന്നെ വാങ്ങിക്കുന്നില്ല. ലോങ് ടൈം പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ വിൽക്കുന്നില്ല, അതേപോലെ തന്നെ ഹോൾഡ് ചെയ്യുന്നു. ഷോർട്ട് ടൈമിൽ വാങ്ങിച്ച സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ബുക്ക് ചെയ്യാനേ ഞാൻ പറയൂ. അത് ആ ഫണ്ട് ഒരു മാസത്തേക്കെങ്കിലും ഹോൾഡ് ചെയ്യുക. നമ്മുടെ ബഡ്ജറ്റ് വരുന്ന അനുസരിച്ച് ബഡ്ജറ്റിൻ്റെ ഒരു വൈബ്, പോസിറ്റീവ് വൈബാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇന്ത്യൻ എക്കണോമിയിലും നമ്മൾ ഈ പറയുന്ന പോലെ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റീസ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ റീസെൻ്റായിട്ട് വന്ന കുറേ സ്റ്റഡീസിൽ, അത് RBIയുടെ സ്റ്റഡി ആയാലും അതേപോലെ എക്കണോമിക് ഫോറംസ് നടത്തിയ പലതരത്തിലുള്ള എക്കണോമിസ്റ്റുകൾ നടത്തിയ സ്റ്റഡി ആയാലും ഒക്കെ പുറമേ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അകമേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ, പൊതുവെയുള്ള വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, അതായത് US എക്കണോമി സ്ട്രോങ് ആവുന്നതിനുള്ള സാധ്യതകൾ, അവർ താരിഫ് ഉയർത്താനുള്ള സാധ്യതകൾ, അങ്ങനെ കുറേയേറെ ഫാക്ടേഴ്സുണ്ട്. അത് ഗ്ലോബൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഈ പല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് ഒരു കറക്റ്റീവ് മൂഡിലേക്ക് പോകുന്നത്. കറക്ഷൻ എന്തുകൊണ്ട് നല്ലതാണ്. 20,500 വരുവാണെങ്കിൽ ഐ വുഡ് ബി റിയലി ഹാപ്പി. ആ ഒരു കറക്ഷൻ മോഡ് വന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് കയറുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു 25-30% ഒരു പക്ഷേ ഇടി വന്നേക്കാം. അത് മെൻ്റലി പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ ഭയപ്പെട്ട് പിന്മാറാതെ മാർക്കറ്റിൽ തന്നെ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ടൈമിങ്ങിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നേക്കാം. നിങ്ങൾ ഭാഗ്യമുള്ള ആളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ടൈമിംഗ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തേക്കാം. ഇന്ന് എക്സിറ്റ് ചെയ്തിട്ട് നിങ്ങൾ 2 ആഴ്ചയോ 4 ആഴ്ചയോ കഴിഞ്ഞിട്ട് വാങ്ങിക്കുന്ന പരിപാടി. പക്ഷേ അത് പൊതുവേ അങ്ങനെ നടക്കാറില്ല. കൂടുതൽ പേരും അതിൽ പരാജയപ്പെടാനാണ് സാധ്യത. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡെസിഷൻസ് എടുക്കുക. ഇതാണ് ലെവൽസ്. ഈ 3 ലെവൽസാണ് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഈ ലെവൽസൊക്കെ നമുക്ക് വരാതിരിക്കാം. അതിനെപ്പറ്റി ആർക്കും തീർച്ചപ്പെടുത്തി പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചിന്തിച്ച് കരുതി ഇരിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.